വൺ TV വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അത്ഭുതപ്പെടുത്തുന്ന വിലക്കുറവും അതിശയിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളും. നിലമ്പൂർ ഫാസ്റ്റ് ഏതെടുത്താലും 199 രൂപ മാത്രം. 199 രൂപയുടെ മഹാത്ഭുതം. ഹോട്ടൽ റോസ് ഇന്റർനാഷണൽ ഗ്രൗണ്ട്, കോടതിപ്പടി, മഞ്ചേരി റോഡ്, നിലമ്പൂർ. പിട്ടാപ്പിള്ളിൽ ഏജൻസി, വെള്ളിയന്തോട്, ചന്തക്കുന്ന്, നിലമ്പൂർ. മൃദുവായ ഇഡലിയും ക്രിസ്പിയായ ദോശയും കൃത്രിമ നിറങ്ങളോ പ്രിസർവേറ്റീവുകളോ ഇല്ലാതെ EKS ഇഡലി ദോശമാവ്, കുടുംബത്തിന്റെ പ്രിയപ്പെട്ട പ്രഭാത ഭക്ഷണം. വരൂ, നിങ്ങളുടെ ഇഷ്ടവാഹനം ഏറ്റവും വിശ്വസ്തയോടുകൂടി തെരഞ്ഞെടുക്കൂ. ഓട്ടോ പാലസ്, ഊട്ടി മെയിൻ റോഡ്, കലാസാഗർ, എടക്കര. ഫോൺ 9539107485. ആസ്വദിക്കൂ തന്മയി ഭാവത്തിൽ. തന്മയി ജ്വല്ലറി. അതിരില്ലാത്ത ആഘോഷം, അളവില്ലാത്ത ആനന്ദം. സ്കൈവേവ് അമ്യൂസ്മെന്റ് പാർക്ക്, കക്കാടംപൊയിൽ, മലപ്പുറം. ഗൃഹോപകരണ വിപണന മേഖലയിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് എല്ലാ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും മികച്ച സെലക്ഷനിലും യഥാർത്ഥ വിലക്കുറവിലും ലഭ്യമാണ്. മികച്ച വിൽപ്പനാനന്തര സേവനവും ഷെറഫിയ ഉറപ്പു നൽകുന്നു. ഷെറഫിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം നീഡ്സ്, ഷെറഫിയ ബിൽഡിംഗ്, നിലമ്പൂർ റോഡ്, വണ്ടൂർ. പരമ്പരാഗത രുചിയോടെ മൃദുവായ ഇഡ്ലിയും മുരിഞ്ഞ ദോശയും വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാം. അടുക്കളയിൽ നിറയട്ടെ ഉന്നതമായ രുചിയും ഗുണനിലവാരവും. കുടുംബത്തിൽ പുലരട്ടെ ആരോഗ്യവും സന്തോഷവും. രാജലക്ഷ്മി ഇഡ്ലി ആൻഡ് ദോശമാവ്. നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വൺ TV വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ. രാജ്യത്ത് നിർമ്മാണം പൂർത്തീകരിച്ച അമൃത് ഭാരത് റെയിൽവേ സ്റ്റേഷനുകളുടെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നിർവഹിച്ചു. അമൃത് ഭാരത് റെയിൽവേ സ്റ്റേഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിച്ച നിലമ്പൂർ സ്റ്റേഷന്റെ ഉദ്ഘാടനവും ഓൺലൈനായി പ്രധാനമന്ത്രി നിർവഹിച്ചു. റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നടന്ന ചടങ്ങിൽ ജനപ്രതിനിധികളും പങ്കെടുത്തു. മലപ്പുറത്തിന്റെ സമഗ്ര വികസനത്തിന് മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുവാൻ മന്ത്രിതല യോഗം. PK കുഞ്ഞാലിക്കുട്ടി, PK ബഷീർ എന്നിവരുടെ നേതൃത്വത്തിലാണ് ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗം ചേർന്നത്. ആർച്ച് ബിഷപ്പ് മാർ ഇവാനിയോസ് തിരുമേനിയുടെ 73ാമത് ഓർമ്മ പെരുന്നാളും തീർത്ഥാടന പദയാത്രയും ഈ മാസം 19 ഞായറാഴ്ച നിലമ്പൂരിൽ നടക്കും. ജോസ്ഗിരി ദേവാലയത്തിന്റെ ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. മനസ്സും ശരീരവും ശുദ്ധമാക്കുവാൻ വീണ്ടും ഒരു കർക്കിടക കാലം. ഹൈന്ദവ ഭവനങ്ങളിലും ക്ഷേത്രങ്ങളിലും രാമായണ മാസാചരണത്തിന് തുടക്കമായി. വിശദമായ വാർത്തകളിലേക്കാണ് പ്രേക്ഷകരെ. രാജ്യത്ത് പുനർനവീകരണം പൂർത്തിയാക്കിയ റെയിൽവേ സ്റ്റേഷനുകളുടെ ഉദ്ഘാടനം ഇന്ന് പ്രധാനമന്ത്രി ഓൺലൈനിൽ നിർവഹിച്ചു. അമൃത് ഭാരത് പദ്ധതിയിൽ ഫണ്ട് വകയിരുത്തി നവീകരിച്ച നിലമ്പൂർ റെയിൽവേ സ്റ്റേഷന്റെ ഉദ്ഘാടനവും പ്രധാനമന്ത്രി ഓൺലൈനായി നിർവഹിച്ചു. നിലമ്പൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നടന്ന പ്രൗഢഗംഭീരമായ ചടങ്ങിൽ ജനപ്രതിനിധികളും വിവിധ ഉദ്യോഗസ്ഥരും നാട്ടുകാരും പങ്കെടുത്തു. സ്റ്റേഷൻ പരിസരത്ത് സംഘടിപ്പിച്ച ചടങ്ങിൽ രാജ്യസഭാ MP PV അബ്ദുൾ വഹാബ്, നിലമ്പൂർ MLA ആര്യടൻ ഷൗക്കത്ത്, നിലമ്പൂർ നഗരസഭാ ചെയർപേഴ്സൺ പത്മിനി ഗോപിനാഥ്, കൗൺസിലർമാരായ ഷെർലി ടീച്ചർ, MK വിജയനാരായണൻ എന്നിവർ പങ്കെടുത്തു. ഇന്ത്യൻ റെയിൽവേയുടെ സുവർണ കാലഘട്ടമാണ് നരേന്ദ്രമോദിയുടെ ഭരണകാലത്തെന്ന് അബ്ദുൾ വഹാബ് പറഞ്ഞു. ഈ കാര്യത്തിൽ നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയെയും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള നമ്മുടെയൊക്കെ എല്ലാവരുടെയും സുഹൃത്ത് അശ്വിനി വൈഷ്ണവ്, റെയിൽവേ മിനിസ്റ്ററെയും പിന്നെ ചെയർമാൻ അടക്കം ഇവന്ന് താഴെ DRM മുതൽ നിലമ്പൂർ സ്റ്റേഷൻ മാസ്റ്റർ വരെയുള്ള എല്ലാവരെയും ആ ദിവസത്തിൽ അഭിനന്ദിക്കുകയാണ്. ഇതുപോലെ ഒരു പരിപാടി സംഘടിപ്പിച്ചതിനും അമൃത് സ്റ്റേഷനൊക്കെ ഇന്ത്യയിലൊട്ടാകെ
നിങ്ങൾക്ക് ജബൽപൂരിലടക്കം ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ഇതേപോലെ റെയിൽവേ സ്റ്റേഷൻ ആരംഭിക്കുകയാണ്. ഈ കാര്യത്തിൽ രാഷ്ട്രീയ പക്ഷഭേദമൊക്കെ മറന്നുകൊണ്ട് ഇന്ത്യൻ റെയിൽവേയുടെ സുവർണ്ണ കാലഘട്ടമാണ് ഈ സമയം എന്നുള്ള കാര്യങ്ങൾ ഓർമ്മിക്കുന്നത്. എനിക്കൊരു ഒട്ടും മടിയില്ല ഈ കാര്യങ്ങൾ തുടർന്ന് നടത്താമെന്ന്. ഇതുപോലെ തന്നെ എല്ലാ വികസന പ്രവർത്തനങ്ങളും ഞാനും MLAയും കമ്മിറ്റിയും ഇവിടുത്തെ ആക്ഷൻ കമ്മിറ്റിയും എല്ലാവരും നമ്മുടെ ഡോക്ടർ ബിജുവിനൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്, ഇപ്പോൾ ഉണ്ടോയെന്ന് അറിയില്ല. യു ഷുഡ് ബി അദ്ദേഹം തുടങ്ങി നമുക്ക് മരിച്ചുപോയ പല ആൾക്കാരുണ്ട്. നീ ജീവിച്ചിരിക്കുന്നതുകൊണ്ട് എൻ്റെ പേര് പറഞ്ഞു മാത്രം. ധാരാളം ആൾക്കാർ നിലമ്പൂർ നഞ്ചങ്കോട് പാതയുടെയും നിലമ്പൂർ റെയിൽവേ സ്റ്റേഷൻ്റെയും നിലമ്പൂർ കണക്ടിവിറ്റിയുടെ കാര്യത്തിലൊക്കെ അശാന്തം പരിശ്രമിക്കുന്ന എല്ലാവരെയും അഭിനന്ദിച്ചുകൊണ്ടും ഈ കാര്യത്തിൽ തുടർ നടപടികൾ ഉണ്ടാവും. as long as we are here, we will 100% dedicate for the development of this Nilambur station, especially not only Nilambur, all the railway stations. ചടങ്ങിൽ സംബന്ധിക്കുവാൻ കഴിയാതിരുന്ന വയനാട് പാർലമെന്റ് MP പ്രിയങ്ക ഗാന്ധിയുടെ ആശംസാ സന്ദേശം നിലമ്പൂർ MLA ആര്യടൻ ഷൗക്കത്ത് ചടങ്ങിൽ വായിച്ചു. ബ്രിട്ടീഷുകാർ നമ്മുടെ തടികൾ കൊണ്ടുപോകുവാൻ നിർമ്മിച്ചതാണ് ഈ റെയിൽവേ എങ്കിലും ഇന്ന് ടൂറിസത്തിനും വികസനത്തിനും വലിയ പങ്ക് വഹിക്കുവാൻ ഈ പാതയ്ക്ക് സാധിച്ചുവെന്ന് ആര്യടൻ ഷൗക്കത്ത് പറഞ്ഞു. മാത്രമല്ല ഏകദേശം 12 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് നമ്മുടെ അണ്ടർപാസിന്റെ പ്രവർത്തനവും നമുക്ക് വളരെ വേഗം സാധ്യമായി. ഇടയ്ക്ക് പണിയൊക്കെ തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ കുറച്ച് ഇഴച്ചിലൊക്കെ ഉണ്ടായിരുന്നുവെങ്കിലും പിന്നീടുള്ള ഇടപെടലുകളൊക്കെ വളരെ സജീവമായി അത് പൂർത്തീകരിക്കാൻ നമുക്ക് സാധിച്ചു. മാത്രമല്ല നിലമ്പൂർ മാത്രമല്ല മലപ്പുറം ജില്ലയിൽ തന്നെ വിവിധ സ്റ്റേഷനുകൾ, കേരളത്തിലെ വിവിധ സ്റ്റേഷനുകൾ ഈ അമൃത് ഭാരത് പദ്ധതിയുടെ ഭാഗമായി വലിയ മോഡേണൈസേഷൻ പരിപാടികളാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, നിലമ്പൂരിന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ ബ്രിട്ടീഷുകാർ നമ്മുടെ റിസോഴ്സിനെ അവർക്ക് കൊണ്ടുപോകാൻ വേണ്ടി, നമ്മുടെ മരത്തെ, നമ്മുടെ തടിയെ കൊണ്ടുപോകാൻ വേണ്ടിയാണ്, അതല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിയാണ് നിലമ്പൂർ റെയിൽവേ ഉണ്ടാക്കിയതെങ്കിൽ ഇന്ന് നമുക്ക് നിലമ്പൂരിനെ വളർത്താൻ, നിലമ്പൂരിനെ ഉയർത്താൻ, നിലമ്പൂരിലെ ടൂറിസം സാധ്യതകളെ ഔന്നത്യങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയുന്ന ഒരു വലിയ സംവിധാനമായി ഇന്ന് നമുക്ക് നിലമ്പൂരിന്റെ റെയിൽവേ മാറിക്കൊണ്ടിരിക്കുക. റെയിൽവേ CEO K രവികുമാർ, സീനിയർ DCM M ബാലമുരളി, സ്റ്റേഷൻ മാനേജർ സുനിത എന്നിവർ സംസാരിച്ചു. വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ, വ്യാപാരി സംഘടനാ പ്രതിനിധികൾ, നിലമ്പൂർ നഞ്ചൻകോട് റെയിൽവേ ആക്ഷൻ കൗൺസിൽ ഭാരവാഹികൾ, സാംസ്കാരിക സംഘടനാ പ്രവർത്തകർ എന്നിവർ പങ്കെടുത്തു. അമൃത് ഭാരത് സ്റ്റേഷൻ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച ചിത്രരചന, ഉപന്യാസ രചന മത്സരങ്ങളിലെ വിജയികൾക്ക് ചടങ്ങിൽ സമ്മാനങ്ങൾ വിതരണം ചെയ്തു. നിലമ്പൂർ ഗവൺമെന്റ് മോഡൽ UP സ്കൂൾ, ഫാത്തിമ മേഗരി ഇംഗ്ലീഷ് സ്കൂൾ, MES മമ്പാട് കോളേജ് എന്നിവിടങ്ങളിലെ വിദ്യാർത്ഥികൾ മത്സരങ്ങളിൽ പങ്കെടുത്തു. വിവിധ കലാപ്രകടനങ്ങളും അരങ്ങേറി. നിലമ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ 16.44 കോടി രൂപയുടെ നവീകരണ പ്രവർത്തനങ്ങളാണ് നടത്തിയത്. 2023 ഓഗസ്റ്റിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് നവീകരണത്തിന് തറക്കല്ലിട്ടത്. ജില്ലയിൽ നിലമ്പൂർ, തിരൂർ, പരപ്പനങ്ങാടി എന്നീ സ്റ്റേഷനുകൾക്ക് പുറമെ അങ്ങാടിപ്പുറം, കുറ്റിപ്പുറം എന്നീ സ്റ്റേഷനുകളിലും നവീകരണം നടത്തിയിട്ടുണ്ട്. ശീതീകരിച്ച വിശ്രമ മുറികൾ, പ്ലാറ്റ്ഫോം സൗകര്യങ്ങൾ, വൈദ്യുതീകരണം, ലിഫ്റ്റുകൾ, എസ്കലേറ്ററുകൾ, പാർക്കിംഗ് സൗകര്യങ്ങൾ എന്നിവയാണ് പദ്ധതിയിലൂടെ നടപ്പിലാക്കി വരുന്നത്. ജില്ലാ ആസ്ഥാനമായ മലപ്പുറത്തിന്റെ സമഗ്ര വികസനത്തിന് മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുവാൻ വ്യവസായ വകുപ്പ് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി, പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PK ബഷീർ എന്നിവരുടെ നേതൃത്വത്തിൽ മലപ്പുറം PWD റെസ്റ്റ് ഹൗസിൽ യോഗം ചേർന്നു. ഉന്നത ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും ഈ യോഗത്തിൽ പങ്കെടുത്തു. മലപ്പുറം നഗരത്തിന്റെയും സമീപ പ്രദേശങ്ങളുടെയും സമഗ്രമായ വികസനത്തിന് ഉതകുന്ന മാസ്റ്റർ പ്ലാനാണ് തയ്യാറാക്കുന്നത്. അങ്ങനെ മലപ്പുറം ജില്ലാ തലസ്ഥാനം ഒരു ലക്ഷ്യമിട്ട് നമ്മൾ മോടി പിടിപ്പിക്കുകയും ഉഷാറാക്കുകയും ഒക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്യണം എന്നായി. അപ്പോഴാണ് വളരെ കാലമായിട്ട് ഇവിടെ പെൻഡിങ്ങിലുള്ള കുറേ വിഷയങ്ങൾ ശ്രദ്ധയിൽ വന്നത്. ഉദാഹരണമായിട്ട് നമുക്ക് കലക്ട്രേറ്റിന് ധാരാളം സ്ഥലമുണ്ട്, പക്ഷേ ഒരു സൗകര്യമുള്ള ഓഫീസില്ല. അപ്പോൾ റവന്യൂ ടവർ വേണം. അപ്പോൾ റവന്യൂ മിനിസ്റ്ററുമായിട്ട് സംസാരിച്ചു, ഉണ്ട്. അപ്പോൾ ബഡ്ജറ്റിൽ പ്രൊവിഷൻ ഉണ്ട്, ചെയ്യാവുന്നതേ ഉള്ളൂ എന്നുള്ള നിലയിലാണ് അഭിപ്രായങ്ങൾ കിട്ടിയത്. സിവിൽ സ്റ്റേഷനിലെ 44 ഏക്കർ ഭൂമി പരമാവധി പ്രയോജനപ്പെടുത്തും. കോട്ടപ്പടിയിലുള്ള സർക്കാർ ഓഫീസുകൾ സിവിൽ സ്റ്റേഷനിലേക്ക് മാറ്റുന്നതോടെ ലഭ്യമാകുന്ന സ്ഥലം താലൂക്ക് ആശുപത്രിയുടെ വികസനത്തിനായി ഉപയോഗിക്കും.
65 കോടി രൂപ ചെലവിൽ സിവിൽ സ്റ്റേഷനിൽ റവന്യൂ ടവർ നിർമ്മിക്കും. ഇതിനായി 7 കോടിയുടെ ഭരണാനുമതി ലഭിച്ചിട്ടുണ്ട്. മലപ്പുറം കളക്ടറേറ്റിലെ കോൺഫറൻസ് ഹാൾ നവീകരണത്തിന് 1 കോടി രൂപയുടെ പദ്ധതി തയ്യാറാക്കും. മലപ്പുറം നഗരസഭാ പരിധിയിലെ 19 റോഡുകളുടെ നവീകരണത്തിന് 84 കോടി രൂപയുടെ പദ്ധതിയാണ് നടപ്പിലാക്കുന്നത്. മലപ്പുറം തിരൂർ റോഡിന്റെ നവീകരണം താലൂക്ക് ആശുപത്രി സൂപ്പർ സ്പെഷ്യാലിറ്റിയാക്കി മാറ്റുന്നത്, മലപ്പുറത്തിന്റെ ടൂറിസം സാധ്യത പ്രയോജനപ്പെടുത്തുന്ന വിവിധ പദ്ധതികൾ എന്നിവയാണ് ആസൂത്രണം ചെയ്യുന്നത്. മുണ്ടുപറമ്പ് ബൈപ്പാസ് റോഡ്, അങ്ങാടിപ്പുറം കൊണ്ടോട്ടി റോഡ്, മോങ്ങം വള്ളുവമ്പ്രം ബൈപ്പാസ്, മലപ്പുറം ചെമ്മങ്കടവ് ചെട്ടിപ്പറമ്പ് റോഡ്, മങ്ങാട്ടുപുലം പാലം, പൊന്നാനി ഊട്ടി റോഡ് നവീകരണം, മലപ്പുറം ടൗൺ ഇംപ്രൂവ്മെന്റ് പ്രോഗ്രാം, മലപ്പുറം കാടാമ്പുഴ വെട്ടിച്ചിറ റോഡ്, മഞ്ചേരി കിഴിശ്ശേരി റോഡ് നവീകരണം, മിനി ഊട്ടി റോഡ് നവീകരണം, നമ്പ്രാണി തടയണ ടൂറിസം പദ്ധതി, കോട്ടപ്പടി ജംഗ്ഷൻ വീതി കൂട്ടൽ, PSC RT ഓഫീസ് എന്നിവയ്ക്കായി പ്രത്യേകം കെട്ടിടം, മലപ്പുറം സ്വാതന്ത്ര്യ സമര ചരിത്രം മ്യൂസിയം തുടങ്ങിയ വിവിധ പദ്ധതികൾ പരിഗണിച്ചാണ് മാസ്റ്റർ പ്ലാൻ. ജില്ലയുടെ വികസനത്തിന് സഹായകരമാകുന്ന ഗ്രീൻഫീൽഡ് ദേശീയപാതയുടെ നിർമ്മാണം ആരംഭിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കും. പാലക്കാട് കോഴിക്കോട് ദേശീയപാതയുടെ വികസനത്തിന് 172 കോടി രൂപയുടെ പ്രവർത്തികൾ നടപ്പിലാക്കും. മക്കരപ്പറമ്പിലെയും മോങ്ങത്തെയും ഗതാഗതക്കുരുക്ക് ഒഴിവാക്കുന്നതിനുള്ള പദ്ധതി, മലപ്പുറം വേങ്ങര, മലപ്പുറം മഞ്ചേരി തുടങ്ങിയ റോഡുകളുടെ വികസനം എന്നിവ മാസ്റ്റർ പ്ലാനിനുണ്ടാകും. കൂടുതൽ സ്ഥലം ഏറ്റെടുത്ത് നിലവിലുള്ള പാതകൾക്ക് വീതി കൂട്ടി ഇരട്ടിപ്പിക്കുവാനും ഗതാഗതം സുഗമമാക്കുവാനും ലക്ഷ്യമിടുന്ന ഡിസൈൻ റോഡുകൾ, റോഡിൻ്റെ ഇരുവശങ്ങളിലും സൗന്ദര്യവൽക്കരണ പ്രവർത്തികൾ എന്നിവയും നടപ്പിലാക്കും. നവീകരണവും അതുപോലെ തന്നെ മോഡേണൈസേഷനും ഒക്കെയാണ് പ്ലാന്. അതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. റോഡ്സ് ഉണ്ട്, ബിൽഡിങ്സ് ഉണ്ട്, അതുപോലെ തന്നെ ചില മാറ്റി സ്ഥാപിക്കലുണ്ട്, എല്ലാം ഉണ്ട്. അത് സംബന്ധിച്ചൊരു വിശദമായ ബൃഹത്തായ പ്ലാൻ തയ്യാറാക്കുന്നുണ്ട് പഴയ കലക്ടർ ശ്രീ വിനോദിനെ, അല്ലേ? അപ്പോൾ അദ്ദേഹം PWDയിൽ പിന്നെ പറഞ്ഞു, അഡീഷണൽ സെക്രട്ടറിയാണ് വിനോദ്, അദ്ദേഹത്തെ അധികാരപ്പെടുത്തിയിട്ടുണ്ട്. മലപ്പുറം ഒരു റവന്യൂ ടവർ ഉണ്ട്, ഒരു 70 കോടി രൂപ ചിലവിൽ. അതുപോലെ തന്നെ ജംഗ്ഷൻ റോഡ് ഇമ്പ്രൂവ്മെൻറ്റ്, മുനിസിപ്പാലിറ്റിയിലെ റോഡുകൾ ഇമ്പ്രൂവ്മെൻറ്റ്, തൊട്ടടുത്ത പഞ്ചായത്തുകൾ, അതുപോലെ തന്നെ അങ്ങാടിപ്പുറത്തുനിന്ന് മലപ്പുറത്തേക്കുള്ള ഒരു കണക്ടിവിറ്റി, മോങ്ങം ബൈപ്പാസ്, ഇങ്ങനെ ബൃഹത്തായ ഒരു പദ്ധതിക്കാണ് രൂപം കൊടുക്കുന്നത്. അതിൻ്റെ പ്ലാനും കാര്യങ്ങളൊക്കെ 2-3 മാസം കൊണ്ടാക്കി പദ്ധതി ഇംപ്ലിമെൻ്റ് ചെയ്ത് നടപ്പിലാക്കും. മലപ്പുറം മഞ്ചേരി, മലപ്പുറം കോട്ടക്കൽ, മലപ്പുറം പിന്നെ കൊണ്ടോട്ടി, അതുപോലെ പെരിന്തൽമണ്ണ, മലപ്പുറം മഞ്ചേരി, മലപ്പുറം, ഇതെല്ലാ റോഡുകളും ഇതിനകത്ത് ഇമ്പ്രൂവ്മെൻറ്റും അതുപോലെ തന്നെ ബൈപ്പാസുകളും ഒക്കെ ഈ പ്ലാനിൽ വരും. ബൃഹത്തായ പ്ലാൻ തയ്യാറാക്കേണ്ട ഭാഗമായി ഇന്ന് അവർ ടീം വന്ന് വിസിറ്റ് ചെയ്തതാണ്, ഹൈ ലെവൽ ടീം. യോഗത്തിൽ വ്യവസായ വകുപ്പ് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി, പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PK ബഷീർ, PWD അഡീഷണൽ സെക്രട്ടറി VR വിനോദ്, ജില്ലാ കലക്ടർ വിനയ് ഗോയൽ, ADM സാദിഖ്, പൊതുമരാമത്ത് വകുപ്പ് ചീഫ് എഞ്ചിനീയർമാർ, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർമാർ, മലപ്പുറം നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് V റിനിഷ, ബ്ലോക്ക് പ്രസിഡന്റ് റജുല പൈലത്തുടി, പഞ്ചായത്ത് പ്രസിഡന്റുമാർ എന്നിവർ പങ്കെടുത്തു. ആർച്ച് ബിഷപ്പ് മാർ ഇവാനിയോസ് തിരുമേനിയുടെ 73ാമത് ഓർമ്മ പെരുന്നാളും തീർത്ഥാടന പഥയാത്രയും ഈ മാസം 19-ന് ഞായറാഴ്ച നിലമ്പൂർ ജോസ്ഗിരി ദേവാലയത്തിൽ നടക്കും. മലങ്കര സുറിയാനി കത്തോലിക്ക സഭ നിലമ്പൂർ മേഖലയുടെ നേതൃത്വത്തിലാണ് പരിപാടി നടത്തുന്നത്. 19-ാം തീയതി ഞായറാഴ്ച രാവിലെ 8:30-ന് നിലമ്പൂർ ലിറ്റിൽ ഫ്ലവർ ഫെറോന ദേവാലയത്തിൽ നിന്നും തീർത്ഥാടന പദയാത്ര ആരംഭിക്കും. ചർച്ച് വികാരി ഫാദർ സെബാസ്റ്റ്യൻ പുത്തേൻ പദയാത്ര ഉദ്ഘാടനം ചെയ്യും. നിലമ്പൂർ മേഖലയ്ക്ക് കീഴിലുള്ള ജോസ്ഗിരി, മുതുകാട്, മാട്ര, പുളിയക്കോട്, ചോക്കാട്, ചെറുകര, കരുവാരകുണ്ട്, ഏനാന്തി എന്നീ ഇടവകകളിൽ നിന്നുമായി 1000-ലധികം വിശ്വാസികൾ കാഷായ വസ്ത്രമണിഞ്ഞ് പദയാത്രയിൽ അണിചേരും. ധന്യന്മാർ ഈവാനിയോസ് പിതാവിൻ്റെ 73ാം ഓർമ്മ പെരുന്നാളിനോടനുബന്ധിച്ച് തീർത്ഥാടന പദയാത്ര നിലമ്പൂർ മേഖലയിലെ എല്ലാ ദേവാലയങ്ങളും ഒന്നു ചേർന്ന് നടത്തുകയാണ്. ഇവിടെ നിലമ്പൂരുള്ള ലിറ്റിൽ ഫ്ലവർ ഫൊറോന പള്ളി വികാരി ഫാദർ സെബാസ്റ്റ്യൻ പുത്തലച്ചൻ പദയാത്ര ഉദ്ഘാടനം ചെയ്യുകയും തുടർന്ന് വിശ്വാസ സമൂഹം കാവ്യ വസ്ത്രങ്ങൾ ധരിച്ച്, കാഷായ വസ്ത്രം ധരിച്ച് 2 ലൈനായി ജോസ്ഗിരി പള്ളിയിൽ 10 മണിയോടുകൂടി എത്തിച്ചേരുകയും തുടർന്ന് സമൂഹ ബലി നടത്തുകയും പിന്നീട് നേർച്ച വിരുന്ന് ക്രമപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അന്ന് മാർ ഇവാനിയോസ് പിതാവിനെ കുറിച്ചുള്ള അനുസ്മരണ സന്ദേശം നൽകുന്നത് ഈ സമീപത്തുള്ള ഏനാന്തി ഇടവകയിൽ നിന്നുള്ള വൈദികനായിരിക്കുന്ന, ഇപ്പോൾ മാവേലിക്കര രൂപതയിൽ ശുശ്രൂഷ ചെയ്യുന്ന
മാത്യു അറക്കിലച്ചനാണ് അന്നത്തെ പ്രധാന സന്ദേശം നൽകുന്നതും മുഖ്യ കാർമ്മികത്വം വിശുദ്ധ കുർബാനയിൽ നിർവഹിക്കുന്നതും. പദയാത്ര ജോസ്ഗിരി ദേവാലയത്തിൽ എത്തിച്ചേർന്ന ശേഷം വിശുദ്ധ ബലി നടക്കും. MCMF സഭാതല ഡയറക്ടർ വെരി റവറൻഡ് ഫാദർ മാത്യു അറക്കൽ അനുസ്മരണ പ്രഭാഷണം നടത്തും. പരിപാടിയുടെ ഭാഗമായി നിലമ്പൂർ മേഖലയ്ക്ക് കീഴിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിക്കൽ ചടങ്ങും വിവിധ കലാപരിപാടികളും സംഘടിപ്പിച്ചിട്ടുണ്ട്. വിശ്വാസ സമൂഹത്തിൻ്റെ ഉന്നമനത്തോടൊപ്പം വിദ്യാഭ്യാസ രംഗത്തടക്കം രാജ്യത്തിൻ്റെ ഭൗതിക വളർച്ചയിലും നിർണായകമായ ഇടപെടലുകൾ നടത്തിയ ആർച്ച് ബിഷപ്പാണ് മാർ ഇവാനിയോസ് തിരുമേനി എന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. നമ്മുടെ ഭാരതത്തിൻ്റെ പാരമ്പര്യത്തിലും സംസ്കാരത്തിലും ക്രൈസ്തവ സാക്ഷ്യം നൽകാൻ സാധിച്ചാൽ മാത്രമേ ഇവിടെ നമുക്ക് ഒരു നല്ല സാക്ഷ്യം നൽകി വളരാൻ സാധിക്കുകയുള്ളത് ഉത്തമ ചിന്തയോടെയാണ് അദ്ദേഹമാണ് ബദനി എന്ന് പറയുന്ന പ്രസ്ഥാനം ആരംഭിക്കുന്നത്. ഈ ബദനി പ്രസ്ഥാനം ആരംഭിക്കുന്ന പെരുന്നാട്ടിലാണ് അദ്ദേഹം അതിൻ്റെ ആസ്ഥാനമായിട്ട് കണ്ടിരുന്നത്. പക്ഷേ പെരുന്നാട്ടിൽ നിന്നും അദ്ദേഹം വീണ്ടും ഇറങ്ങി വന്ന് ധാരാളം അന്ന് ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസം ഉണ്ടായിരുന്ന ഒരു മെത്രാപ്പൊലീത്തയായിരുന്നു മാർ ഇവാനിയോസ് പിതാവ്. അന്ന് MA ബിരുദം, ബിരുദാനന്തര ബിരുദമുള്ള ആകെ ഒരു ബിഷപ്പ് ഉണ്ടായിരുന്ന അച്ഛനുണ്ടായിരുന്നത് ഈ മാർ ഇവാനിയോസ് തിരുമേനിയായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം MA അച്ഛൻ എന്നൊക്കെ അറിയപ്പെട്ടു. ഞാൻ പറഞ്ഞു വന്നത്, പള്ളികൾ മാത്രമല്ല, പള്ളികളോടൊപ്പം തന്നെ ധാരാളം വിദ്യാലയങ്ങളും ഗ്രാമങ്ങളിൽ, കേരളത്തിന്റെ വിദൂരമായിട്ടുള്ള അല്ലെങ്കിൽ വളരെ റിമോട്ടായിട്ടുള്ള ഭാഗങ്ങളിലൊക്കെ ധാരാളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുകയും അവിടെയൊക്കെ എല്ലാ തരത്തിലുള്ള സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾക്കും വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളൊക്കെ നിരന്തരം നേതൃത്വം കൊടുത്തിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു പുണ്യശ്ലോകനായിട്ടുള്ള ധന്യൻ മാർ ഇവാനിയോസ് തിരുമേനി എന്ന് പറയുന്നത്. ജോസ്ഗിരി ദേവാലയം പ്രോട്ടോ വികാരി ഫാദർ തോമസ് ചാപ്രത്ത്, ബത്തേരി രൂപത പാസ്റ്റർ കൗൺസിൽ സെക്രട്ടറി ഡോക്ടർ ബാബു വർഗീസ്, MCA പ്രസിഡന്റ് സന്തോഷ് തോമസ്, ഇടവക ട്രസ്റ്റി ബൈജു ഏഴുമായിൽ എന്നിവർ പങ്കെടുത്തു. മമ്പാട് ഗ്രാമപഞ്ചായത്തിന്റെയും മമ്പാട് കുടുംബ ആരോഗ്യ കേന്ദ്രത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ അതിഥി തൊഴിലാളികൾക്കായി സമഗ്ര ആരോഗ്യ പരിശോധന ക്യാമ്പ് നടത്തി. അതിഥി തൊഴിലാളികൾക്കായുള്ള രക്ഷക ഹെൽത്ത് കാർഡിന്റെ മമ്പാട് പഞ്ചായത്ത് തല വിതരണ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് ഷമീന കാഞ്ഞിരാല നിർവഹിച്ചു. പഞ്ചായത്ത് ഇത്തരത്തിലുള്ള ഒരു പരിപാടി പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിന്റെ ഗൗരവത്തോടു കൂടി തന്നെ നിങ്ങൾ ഈ ഒരു ഹെൽത്ത് കാർഡ് ഉപയോഗപ്പെടുത്തണം. നാട്ടിലൊക്കെ പോയി വരുമ്പോൾ തിരിച്ചിവിടെ വരുന്ന സമയത്തൊക്കെ നിങ്ങൾ കൃത്യമായിട്ടുള്ള ഹെൽത്ത് ചെക്കപ്പൊക്കെ നടത്തിക്കൊണ്ട് ഈ കാർഡിനകത്ത് കൃത്യമായിട്ടുള്ള വിവരങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ടായിരിക്കാം ഇനി തുടർന്നുള്ള കാര്യങ്ങളൊക്കെ. എല്ലാവർക്കും അറിയാം, നമ്മളിൽ നിന്ന് മഞ്ഞിൽ നിന്ന് പോയിട്ടുള്ള പല രോഗങ്ങളും തിരിച്ചു വരുന്നൊരു സാഹചര്യം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ കാര്യത്തിലൊക്കെ നമുക്ക് അതീവ ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. വൈസ് പ്രസിഡന്റ് നിഷാദ് പാലോളി അധ്യക്ഷത വഹിച്ചു. കുടുംബ ആരോഗ്യ കേന്ദ്രത്തിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഷെറിൻ കൃഷ്ണ, മമ്പാട് പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സരോജിനി, വാർഡ് മെമ്പർ അഷറഫ് ടാണ, ആരോഗ്യ കേന്ദ്രത്തിലെ ഹെൽത്ത് ഇൻസ്പെക്ടർ ഷിജി, JHI അംജിദ്, കുടുംബ ആരോഗ്യ കേന്ദ്രത്തിലെ മറ്റ് സ്റ്റാഫ് അംഗങ്ങൾ, ഹൈലൈറ്റ് കൺസഷൻ ഓഫീസർ അബ്ദുൾ അജയ്, ഹെൽത്ത് ഇൻസ്പെക്ടർ സമീർ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു. ടാണയിൽ നിർമ്മാണത്തിലിരിക്കുന്ന ഹൈലൈറ്റ് മാളിന്റെ സൈറ്റിൽ വെച്ചാണ് കാർഡ് വിതരണവും മെഡിക്കൽ പരിശോധനയും നടന്നത്. പരിശോധനയ്ക്ക് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഷെറിൻ കൃഷ്ണ നേതൃത്വം നൽകി. മലേറിയ, പമലേറിയ, TB, ഷുഗർ, പ്രഷർ തുടങ്ങിയ പരിശോധനകളാണ് നടത്തിയത്. 260ഓളം തൊഴിലാളികൾ ഇവിടെ തൊഴിലെടുക്കുന്നുണ്ട്. വരും ദിവസങ്ങളിലും മമ്പാട്ടിലെ വിവിധ ഭാഗങ്ങളിൽ തൊഴിലാളികൾക്കായി പരിശോധനയും കാർഡ് വിതരണവും നടത്തുമെന്ന് കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ഹെൽത്ത് ഇൻസ്പെക്ടർ ഷിജി അറിയിച്ചു. ഒരിടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകളിലേക്ക് വേഗം മടങ്ങി വരാം. ₹1 നിലമ്പൂരിൽ 20 ലിറ്റർ ബക്കറ്റ് ഉൾപ്പെടെ ഒരു വലിയ മുറവും ഡസ്റ്റ് പാനും മഗ്ഗും ബേസിനും ഉൾപ്പെടെ 5 ഗൃഹോപകരണങ്ങൾ അടങ്ങുന്ന ഒരു മെഗാ സെറ്റ് ₹1 ജൂലൈ 10 മുതൽ ജൂലൈ 14 വരെ. നിലമ്പൂരിൽ ആരംഭിക്കുന്ന ₹199 മഹാത്ഭുതത്തിൽ ആദ്യമെത്തുന്ന 500 പേർക്ക് വസ്ത്രങ്ങൾ, ചെരുപ്പുകൾ, ബാഗുകൾ, ടോയ്സുകൾ, ഗിഫ്റ്റ് ഐറ്റംസുകൾ, സ്റ്റീൽ, പ്ലാസ്റ്റിക്, അലുമിനിയം, നോൺ സ്റ്റിക് ഗ്ലാസ് വെയർ ഗൃഹോപകരണങ്ങൾ ഏതെടുത്താലും ₹199 മാത്രം. അത്ഭുതപ്പെടുത്തുന്ന വിലക്കുറവും അതിശയിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളും. നിലമ്പൂർ ഫെസ്റ്റ് ഏതെടുത്താലും ₹199 മാത്രം. ₹199 മഹാത്ഭുതം. ഹോട്ടൽ റോസ് ഇന്റർനാഷണൽ ഗ്രൗണ്ട്, കോടതിപ്പടി, മഞ്ചേരി റോഡ്, നിലമ്പൂർ. പിട്ടാപ്പിള്ളിൽ ഏജൻസി
വെള്ളിയൻതോട്, ചന്തക്കുന്ന്, നിലമ്പൂർ. ഇരുപത്തിയഞ്ചു വർഷത്തെ വിശ്വസ്ത പാരമ്പര്യത്തോടെ എടക്കരയുടെ അഭിമാനമായ ഓട്ടോ പാലസ് കൂടുതൽ സവിശേഷതകളോടെ പ്രവർത്തനം തുടരുന്നു. ഏറ്റവും ഗുണനിലവാരത്തോടെ സെക്കൻഡ് ഹാൻഡ് ബൈക്കുകൾ, കാറുകൾ എന്നിവ ഇനി യഥേഷ്ടം സ്വന്തമാക്കാം. വാഹനങ്ങളുടെ ഗുണനിലവാരം ഉറപ്പുവരുത്താൻ ട്രെയിലർ സൗകര്യവും ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു. വരൂ, നിങ്ങളുടെ ഇഷ്ടവാഹനം ഏറ്റവും വിശ്വസ്തയോടുകൂടി തെരഞ്ഞെടുക്കൂ. ഓട്ടോ പാലസ്, ഊട്ടി മെയിൻ റോഡ്, കലാസാഗർ, എടക്കര. ഫോൺ 9539107485. നിങ്ങളുടെ പ്രഭാതത്തെ കൂടുതൽ രുചികരവും ആരോഗ്യകരവുമാക്കാൻ രാജലക്ഷ്മി ഇഡ്ലി ആൻഡ് ദോശമാവ്. 100% ഗുണമേന്മ ഉറപ്പാക്കി പ്രത്യേകം തെരഞ്ഞെടുത്ത അരി ഉഴുന്ന്, ഉലുവ എന്നിവ ചേർത്ത് ശുദ്ധീകരിച്ച വെള്ളം ഉപയോഗിച്ച് ഹൈജീനിക് പ്ലാന്റിൽ തയ്യാറാക്കിയതാണ് രാജലക്ഷ്മി ഇഡ്ലി ആൻഡ് ദോശമാവ്. ഇനി പരമ്പരാഗത രുചിയോടെ മൃദുവായ ഇഡ്ലിയും മൊരിഞ്ഞ ദോശയും വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാം. അടുക്കളയിൽ നിറയട്ടെ ഉന്നതമായ രുചിയും ഗുണനിലവാരവും. കുടുംബത്തിൽ പുലരട്ടെ ആരോഗ്യവും സന്തോഷവും. രാജലക്ഷ്മി ഇഡ്ലി ആൻഡ് ദോശമാവ്. ആഘോഷം, അളവില്ലാത്ത ആനന്ദം. സ്കൈവേവ് അമ്യൂസ്മെന്റ് പാർക്ക്, കക്കാടംപൊയിൽ, മലപ്പുറം. ഗൃഹോപകരണ വിപണന മേഖലയിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ 16ാം വാർഷികത്തിലേക്ക് ഷറഫിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം നീഡ്സ്, വണ്ടൂർ. പ്രമുഖ ബ്രാൻഡഡ് കമ്പനികളുടെ AC, വാഷിംഗ് മെഷീൻ, റെഫ്രിജറേറ്റർ, LED TV, മിക്സി, ചിമ്മിനി ആൻഡ് ഹോബ്, ഓവൻ, സ്റ്റൗ, കുക്കർ, വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ, എയർ കൂളർ, ഫാൻ, ഹോം തിയേറ്റർ, ഇൻവെർട്ടർ ആൻഡ് ബാറ്ററി തുടങ്ങി എല്ലാ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും മികച്ച സെലക്ഷനിലും യഥാർത്ഥ വിലക്കുറവിലും ലഭ്യമാണ്. മികച്ച വിൽപ്പനാനന്തര സേവനവും ഷറഫിയ ഉറപ്പു നൽകുന്നു. മാത്രമല്ല പലിശരഹിത EMI സൗകര്യവും ലഭ്യമാണ്. ഷറഫിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം നീഡ്സ്, ഷറഫിയ ബിൽഡിംഗ്, നിലമ്പൂർ റോഡ്, വണ്ടൂർ. ഫോൺ 04931 248 535 9447 338 503. എനിക്ക് ഓരോ നിമിഷവും നിറവുള്ളതാണ്. വ്യത്യസ്ത ഭാവങ്ങൾ നിറഞ്ഞതാണ്.
ആഴമുള്ള അനുഭവങ്ങളിലേക്ക് അവ വഴി തുറക്കുന്നു. ആസ്വദിക്കൂ തന്മയി ഭാവത്തിൽ. തന്മയി ജ്വല്ലറി. പിട്ടാപ്പിള്ളിൽ ഏജൻസി, വെള്ളിയൻതോട്, ചന്തക്കുന്ന്, നിലമ്പൂർ. EKS ഉണ്ടെങ്കിൽ പിന്നെ പ്രഭാതം പ്രസരിപ്പോടെ. EKS ഇഡലി ദോശമാവ് പ്രത്യേകം തിരഞ്ഞെടുക്കുന്ന ഗുണമേന്മയുള്ള അരിയും ഉഴുന്നും ചേർത്ത് ശാസ്ത്രീയമായ രീതിയിൽ ഏറെ ശുചിത്വത്തോടെ RO വാട്ടർ മാത്രം ഉപയോഗിച്ച് തയ്യാർ ചെയ്യുന്നത് കൊണ്ട് തന്നെ മികച്ച ഗുണനിലവാരം ഞങ്ങൾ ഉറപ്പു നൽകുന്നു. മൃദുവായ ഇഡലിയും ക്രിസ്പിയായ ദോശയും കൃത്രിമ നിറങ്ങളോ പ്രിസർവേറ്റീവുകളോ ഇല്ലാതെ റെഫ്രിജറേറ്ററിൽ സൂക്ഷിക്കാൻ അനുയോജ്യമായ പാക്കിംഗ്. ഇനി രുചിയിൽ നിറയട്ടെ വീട്ടിലെ സന്തോഷം. കുടുംബത്തിന്റെ പ്രിയപ്പെട്ട പ്രഭാത ഭക്ഷണം. EKS ഫുഡ് പ്രൊഡക്ട്സ്, നിലമ്പൂർ. വാർത്തകൾ തുടരുകയാണ് പ്രേക്ഷകരെ. ഇന്ന് കർക്കിടകം 1 രാമായണ മാസാചരണത്തിന് തുടക്കമായിരിക്കുകയാണ്. മനസ്സും ശരീരവുമൊക്കെ ശുദ്ധമാക്കി ആത്മീയ നിർവൃതിയിലേക്ക് കടക്കുന്ന ഒരു മാസം കൂടിയാണ് ഹൈന്ദവ വിശ്വാസികളെ സംബന്ധിച്ച് ഈ കർക്കിടക മാസം. രാമായണ ശീലുകളാൽ ഇനി ഒരു മാസക്കാലം അന്തരീക്ഷം മുഖരിതമാകും. ക്ഷേത്രങ്ങളിലും ഹൈന്ദവ ഭവനങ്ങളിലുമൊക്കെ രാവിലെയും വൈകുന്നേരമൊക്കെയായി രാമായണ പാരായണം ഇനി നടക്കുകയാണ്. രാമായണ കഥയെ ആസ്പദമാക്കി രാമചരിതമാണ് പാരായണം ചെയ്യുന്നത്. ഇത് ദുഃഖങ്ങളെ അകറ്റുകയും ജീവിതത്തിൽ ഐശ്വര്യ സമൃദ്ധികൾ കൈവരുത്തുമെന്നും ഒരു വിശ്വാസത്തിന്റെ ഭാഗമായാണ് ഈ കർക്കിടക മാസത്തെ, പഞ്ഞമാസത്തെ രാമായണ മാസമായി ഹൈന്ദവ വിശ്വാസികൾ ആചരിക്കുന്നത്. എന്തായാലും വണ്ടൂരിലെ 45 വർഷത്തെ പരിചയമുള്ള അമ്പലപ്പടി മേലെ മഠം സ്വർണ്ണലത ഇത്തവണയും രാമായണ പാരായണത്തിൽ സജീവമാണ്. വിശ്വാമിത്രനും പരമാനന്ദം പ്രാപിച്ചപ്പോൾ വിശ്വനായകൻ തന്നോടി വണ്ണമരുൾ ചെയ്താൻ, ബാലകന്മാരെ പോകമിഥിലാപുരിക്കു നാം കാലവും വൃഥ കളഞ്ഞിടുകയരുതല്ലോ. യാഗവും മഹാദേവചാപവും കണ്ടു പിന്നെ വേഗമോടയോധ്യയും പുക്കുതാതനെ കാണാം. ഇത്തരമരുൾ ചെയ്തു ഗംഗയും കടന്നവർ സത്വരം ചെന്നു മിഥിലാപുരമകം പുക്കു. കർക്കിടക മാസത്തെ ആത്മീയ ചിന്തയ്ക്കും പ്രാർത്ഥനയ്ക്കും കുടുംബസമേതം രാമായണ പാരായണത്തിന് പ്രാധാന്യം നൽകുന്ന മാസമായാണ് വിശ്വാസികൾ ആചരിക്കുന്നത്. ശ്രീരാമന്റെ ജീവിത സന്ദേശങ്ങളും ധാർമ്മിക മൂല്യങ്ങളും ജീവിതത്തിൽ പകർത്തുവാനുള്ള അവസരമായാണ് രാമായണ മാസാചരണം വിലയിരുത്തപ്പെടുന്നത്. ഓരോരോ ഭാഗം പറഞ്ഞാൽ വായിക്കുമ്പോൾ വനാണെങ്കിൽ ഏകദേശം ഒരു വനത്തിന്റെ ആ ഒരു ഇത് നമ്മളെ മനസ്സിൽ പതിയും, അല്ല ഒരു കൊട്ടാരാണെങ്കിൽ അത് പതിയും. അങ്ങനെ ആ ഒരു പിന്നെ ആ ഒരു എന്താണോ നടക്കുന്ന സംഭവം വിചാരിച്ചാൽ അവിടെ ഇരുന്ന് നമ്മൾ വായിക്കുന്ന ഒരു പ്രതീതിയാണ് തോന്നാറ് സാധാരണ. സംസ്ഥാനത്തെ വിവിധ ക്ഷേത്രങ്ങളിൽ പ്രത്യേക പൂജകളും രാമായണ പാരായണവും സത്സംഗങ്ങളും സംഘടിപ്പിച്ചിട്ടുണ്ട്. നിരവധി ഭക്തർ കർക്കിടകം 1 ക്ഷേത്ര ദർശനവും നടത്തി രാമായണ മാസാചരണത്തിന് തുടക്കമിട്ടു. രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് നിലമ്പൂർ മുതിരി പള്ളിയറക്കൽ ദുർഗാ ഭഗവതി ക്ഷേത്രത്തിൽ രാമായണ പാരായണം നടത്തി. രാമായണ പാരായണത്തിന്റെ ഉദ്ഘാടനം ദുർഗാ ബാലഗോകുലം മുൻ രക്ഷാധികാരി സരളാദേവി നിർവഹിച്ചു. ക്ഷേത്രം മേൽശാന്തി വിപിൻ നിലവിളക്ക് കൊളുത്തി. ക്ഷേത്രം പ്രസിഡന്റ് മനോമോഹനൻ, സെക്രട്ടറി ഷിനോജ്, ട്രഷറർ കിരാതദാസൻ, പൂജാരി വേലായുധൻ, മറ്റ് ഭരണസമിതി അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു. മാസാചരണത്തിന്റെ ഭാഗമായി എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും പാരായണവും ഭക്തജനങ്ങളുടെ വകയായി പ്രസാദ ഊട്ടും സംഘടിപ്പിക്കുന്നുണ്ട്. വണ്ടൂർ യത്തീംഖാന സ്കൂളിന്റെ ആഭിമുഖ്യത്തിൽ 2ാമത് വണ്ടൂർ ലിറ്റററി ഫെസ്റ്റ് സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KT ഷംസുദ്ദീൻ ഈ ലിറ്റററി ഫെസ്റ്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. വണ്ടൂരിലും പരിസരങ്ങളിലുമുള്ള 10 എഴുത്തുകാരുടെ 10 കൃതികളാണ് വേദിയിൽ പ്രകാശനം ചെയ്തത്. PK പാറക്കടവ് മുഖ്യാതിഥിയായിരുന്നു. ഇതിന് സാധാരണഗതിയിൽ എന്തിനാണ് ലിറ്ററേച്ചർ ഫെസ്റ്റിവല്, സാഹിത്യത്തിന് എന്തിനാണ് ആഘോഷം എന്നൊക്കെ ചോദിക്കാറുണ്ട്. പക്ഷേ കുട്ടികളെ അതുപോലെ പുതിയ തലമുറയെ കൂടുതൽ വായനയിലേക്ക് അടുപ്പിക്കാനും പുസ്തകങ്ങളെ അടുപ്പിക്കാനും ലിറ്ററേച്ചർ ഫെസ്റ്റിവലുകൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. സാധാരണഗതിയിൽ നമ്മൾ പറയാറുണ്ട്, വായിക്കുന്നത് ഒക്കെ ഇങ്ങനെ സാഹിത്യ സമ്മേളനങ്ങൾക്ക് വരുന്നതൊക്കെ
60 കഴിഞ്ഞവരാണ്, 70 കഴിഞ്ഞവരാണ് പുതിയ തലമുറയ്ക്ക് ഇതിനൊന്നും താല്പര്യമില്ല എന്ന്. പക്ഷേ ലിറ്ററേച്ചർ ഫെസ്റ്റിവലുകളിൽ ഏറ്റവും ആവേശത്തോടെ വരുന്നത് പുതിയ തലമുറയാണ്. വണ്ടൂർ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ നിഷ കെ മാധവൻ, പഞ്ചായത്ത് അംഗം ടി ഉമ്മർകുട്ടി എന്നിവർ LSS ജേതാക്കളെ ആദരിച്ചു. ഈ വർഷത്തെ വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ നേതൃത്വത്തിൽ തയ്യാർ ചെയ്ത കയ്യെഴുത്ത് മാസികയുടെ പ്രകാശന കർമ്മവും PK പാർക്കടവ് നിർവഹിച്ചു. അബു ഇരിങ്ങാട്ടിരിയുടെ കാറ്റത്തൊരു പൂവിതഴ്, ഹംസ ആലുങ്ങലിന്റെ ഉമ്മ പറഞ്ഞ നുണകൾ, ഗോൾ, AP അൻവർ വണ്ടൂരിന്റെ എന്നിട്ടും എന്തേ, ഷിബി മൃദുലാലിന്റെ ആകാശമില്ലാത്ത പറവകൾ, സക്കീന നിലമ്പൂരിന്റെ ഇടമില്ലാത്തവരുടെ ഇടങ്ങൾ, ഫാത്തിമ കളത്തിങ്ങലിന്റെ സത്യത്തിൽ സംഭവിച്ചത്, സൈഫുദ്ദീൻ വണ്ടൂരിന്റെ മൗനത്തിന്റെ മറുവാക്ക്, മിലാസ് മുള്ളമ്പാറയുടെ ചുവന്ന മനുഷ്യരുടെ നഗരം, വിവേക് ആർപോയിലിന്റെ തുഷാര ബിന്ദു എന്നീ പുസ്തകങ്ങളാണ് പ്രകാശനം ചെയ്തത്. OM കരുവാരക്കുണ്ട്, VP ഷൗക്കത്ത് അലി, ഹംസ ആലുങ്ങൽ, ലിറ്റററി ഫെസ്റ്റ് ചെയർമാൻ ഷിഹാബ് എലൈവ, ജനറൽ കൺവീനർ C മുഹമ്മദ് ഷഫീഖ്, ഹക്കീം ചോലയിൽ, കുഞ്ഞി മുഹമ്മദ് അഞ്ചച്ചവടി, NN സുരേന്ദ്രൻ, അൻവർ വണ്ടൂർ, സൈഫുദ്ദീൻ വണ്ടൂർ, സക്കീന നിലമ്പൂർ, ഫാത്തിമ കളത്തിങ്ങൽ എന്നിവർ പ്രസംഗിച്ചു. KT സുരേന്ദ്രൻ, വണ്ടൂർ സ്കൂൾ പ്രധാനാധ്യാപകൻ KT ഷിഹാബുദ്ദീൻ, വിദ്യാരംഗം കൺവീനർമാരായ PM ജാഫർ, ജസ്ന K, ഫാസിൽ P, മുഹമ്മദ് ഹസൻ കുമുള്ളി എന്നിവർ നേതൃത്വം നൽകി. പേരയ്ക്ക ബുക്സുമായി സഹകരിച്ചാണ് പരിപാടി നടത്തിയത്. മൂത്തേടം ഫാത്തിമ ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ മ്യൂസിക് ഗാർഡൻ സംഗീത ക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ അന്തരിച്ച വിഖ്യാത ഗായിക S ജാനകി അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചു. S ജാനകിയുടെ ഗാനങ്ങളൊക്കെ കോർത്തിണക്കിക്കൊണ്ടാണ് ഈ ഒരു പരിപാടി നടത്തിയത്. എന്തായാലും നമ്മളോട് വിടവാങ്ങിയ ഈ അനശ്വര ഗായികയ്ക്കുള്ള ഒരു വലിയ ആദരവ് കൂടിയായിരുന്നു ഈ അനുസ്മരണ പരിപാടി. കോളേജ് പ്രിൻസിപ്പൽ ഫാദർ ഡോക്ടർ ഷിബിൻ P ജെയിംസ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ മ്യൂസിക് ക്ലബ്ബ് കോർഡിനേറ്റർ K ശരണ്യ അധ്യക്ഷത വഹിച്ചു. തുടർന്ന് നടന്ന അനുസ്മരണ സമ്മേളനത്തിൽ കോളേജ് CEO ഫാദർ എബ്രഹാം പാതക്കൽ, കോളേജ് ബർസാർ ഫാദർ സബിൻ അബ്രഹാം, ട്രാവൽ ആൻഡ് ടൂറിസം വിഭാഗം മേധാവി ഫിലിപ്പ് നൈനാൻ എന്നിവർ ജാനകി അമ്മയുടെ സംഗീത സബരിയെയും ശ്രദ്ധേയമായ ഗാനങ്ങളെയും മുൻനിർത്തി സംസാരിച്ചു. ചടങ്ങിൽ മ്യൂസിക് ക്ലബ്ബ് സബ് കോർഡിനേറ്റർ TK സതീശൻ സ്വാഗതവും ക്ലബ്ബ് അംഗം PG ജ്യോതി കൃഷ്ണ നന്ദിയും പറഞ്ഞു. അധ്യാപകരായ M ശ്രീലത, അശ്വതി വിനുകുമാർ, നീതു, വിഷ്ണു വിപിൻ, A ഷിഫ്ന എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ഖവാലി എന്നത് കേവലം സംഗീതമല്ലെന്നും അത് വിവിധ സംസ്കാരങ്ങളുടെ സമന്വയമാണെന്നും ഖവാലി ഗായകൻ ഉസ്താദ് ഇനായത്ത് അലി ഖാൻ ബന്ദാനാവാസി സ്പിക്മ K കേരള ഘടകത്തിന്റെ ആഭിമുഖ്യത്തിൽ മമ്പാട് MES കോളേജിൽ സംഘടിപ്പിച്ച ഖവാലി ആസ്വാദനവും പ്രഭാഷണവും നയിച്ച് സംസാരിക്കുകയായിരുന്നു ഈ വിഖ്യാത ഗായകൻ. പരിപാടിയുടെ ഭാഗമായി കോളേജിലെ ചരിത്ര വിഭാഗം വിദ്യാർത്ഥികൾ സ്പർശ ഹെറിറ്റേജ് പ്രൊജക്ടിന്റെ കീഴിൽ ഉസ്താദുമായി പ്രത്യേക അഭിമുഖവും നടത്തി. അമീർ ഖുസ്രോയുടെയും ഗോളിയോർ ഘരാനയുടെയും മഹത്തായ പാരമ്പര്യം പിന്തുടരുന്ന 800 വർഷത്തെ പഴക്കമുള്ള ഖവാലി സംഗീത പാരമ്പര്യമുള്ള കുടുംബത്തിലെ അംഗമാണ് ഈ ഗായകൻ. വിദ്യാർത്ഥികളിൽ ഇന്ത്യയുടെ തനതായ കലാസാംസ്കാരിക പൈതൃകങ്ങളെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുന്നതിനായി ജൂലൈ 5 മുതൽ 20 വരെ കേന്ദ്ര സാംസ്കാരിക വകുപ്പിന്റെ സഹകരണത്തോടുകൂടി കേരളത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ സ്പിക്മ K സംഘടിപ്പിക്കുന്ന പരിണതത്തിന്റെ ഭാഗമായാണ് ഉസ്താദും സംഘവും മമ്പാട് കോളേജിൽ എത്തിയത്. സ്പിക്മ K സ്റ്റേറ്റ് കോർഡിനേറ്റർ ഉണ്ണി വാര്യരും പരിപാടിയിൽ പങ്കെടുത്തു. കോളേജ് മാനേജ്മെന്റ് ചരിത്ര വിഭാഗം, ഫൈൻ ആർട്സ് ക്ലബ്ബ് എന്നിവർ സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. പ്രിൻസിപ്പൽ ആലിക്കുട്ടി TP,
MES മാനേജ്മെന്റ് കമ്മിറ്റി സെക്രട്ടറി പ്രൊഫസർ OP സീദിക്കോയ എന്നിവരുടെ നേതൃത്വത്തിൽ നടന്ന പരിപാടിക്ക് ഫൈനാൻസ് കോർഡിനേറ്ററും മലയാളം വിഭാഗം മേധാവിയുമായ മൈന ഉബൈബാൻ, ചരിത്ര വിഭാഗം മേധാവി OP സലാഹുദ്ദീൻ എന്നിവർ നേതൃത്വം നൽകി. വിദ്യാർത്ഥി കോർഡിനേറ്റർമാരായ അദ്നാൻ KP, അൻഷിദ അദ്നാൻ, ഷെബിൻ സിയ, മുഹമ്മദ് എന്നിവർ നേതൃത്വം നൽകി. വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും പങ്കാളിത്തം കൊണ്ട് പരിപാടി ശ്രദ്ധേയമായിരുന്നു. നോക്കാം പ്രേക്ഷകരെ, പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. രാജ്യത്ത് നിർമ്മാണം പൂർത്തീകരിച്ച അമൃത് ഭാരത് റെയിൽവേ സ്റ്റേഷനുകളുടെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നിർവഹിച്ചു. അമൃത് ഭാരത് റെയിൽവേ സ്റ്റേഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിച്ച നിലമ്പൂർ സ്റ്റേഷന്റെ ഉദ്ഘാടനവും ഓൺലൈനായി പ്രധാനമന്ത്രി നിർവഹിച്ചു. റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നടന്ന ചടങ്ങിൽ ജനപ്രതിനിധികളും പങ്കെടുത്തു. മലപ്പുറത്തിന്റെ സമഗ്ര വികസനത്തിന് മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുവാൻ മന്ത്രിതല യോഗം. PK കുഞ്ഞാലിക്കുട്ടി, PK ബഷീർ എന്നിവരുടെ നേതൃത്വത്തിലാണ് ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗം ചേർന്നത്. ആർച്ച് ബിഷപ്പ് മാർ ഇവാനിയോസ് തിരുമേനിയുടെ 73ാമത് ഓർമ്മ പെരുന്നാളും തീർത്ഥാടന പദയാത്രയും ഈ മാസം 19 ഞായറാഴ്ച നിലമ്പൂരിൽ നടക്കും. ജോസ്ഗിരി ദേവാലയത്തിന്റെ ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. മനസ്സും ശരീരവും ശുദ്ധമാക്കുവാൻ വീണ്ടും ഒരു കർക്കിടകക്കാലം. ഹൈന്ദവ ഭവനങ്ങളിലും ക്ഷേത്രങ്ങളിലും രാമായണ മാസാചരണത്തിന് തുടക്കമായി. ഇതോടുകൂടി ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. വീണ്ടും വാർത്തകളുമായി കാണാം. നമസ്കാരം. 1TV വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് അത്ഭുതപ്പെടുത്തുന്ന വിലക്കുറവും അതിശയിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളും. നിലമ്പൂർ ഫെസ്റ്റ് ഏതെടുത്താലും 199 രൂപ മാത്രം. 199 രൂപയുടെ മഹാത്ഭുതം. ഹോട്ടൽ റോസ് ഇന്റർനാഷണൽ ഗ്രൗണ്ട്, കോടതിപ്പടി, മഞ്ചേരി റോഡ്, നിലമ്പൂർ. പിട്ടാപ്പിള്ളിൽ ഏജൻസി, വെള്ളിയൻതോട്, ചന്തക്കുന്ന്, നിലമ്പൂർ. മൃദുവായ ഇഡലിയും ക്രിസ്പിയായ ദോശയും കൃത്രിമ നിറങ്ങളോ പ്രിസർവേറ്റീവുകളോ ഇല്ലാതെ EKS ഇഡലി ദോശമാവ്, കുടുംബത്തിന്റെ പ്രിയപ്പെട്ട പ്രഭാത ഭക്ഷണം. വരൂ, നിങ്ങളുടെ ഇഷ്ടവാഹനം ഏറ്റവും വിശ്വസ്തയോടുകൂടി തെരഞ്ഞെടുക്കൂ. ഓട്ടോ പാലസ്, ഊട്ടി മെയിൻ റോഡ്, കലാസാഗർ, എടക്കര. ഫോൺ 9539107485. ആസ്വദിക്കൂ തന്മയി ഭാവത്തിൽ. തന്മയി ജ്വല്ലറി. അതിരില്ലാത്ത ആഘോഷം, അളവില്ലാത്ത ആനന്ദം. സ്കൈവേവ് അമ്യൂസ്മെന്റ് പാർക്ക്, കക്കാടംപൊയിൽ, മലപ്പുറം. ഗൃഹോപകരണ വിപണന മേഖലയിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് എല്ലാ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും മികച്ച സെലക്ഷനിലും യഥാർത്ഥ വിലക്കുറവിലും ലഭ്യമാണ്. മികച്ച വിൽപ്പനാനന്തര സേവനവും ഷെർഫിയ ഉറപ്പു നൽകുന്നു. ഷെർഫിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം നീഡ്സ്, ഷെർഫിയ ബിൽഡിംഗ്, നിലമ്പൂർ റോഡ്, വണ്ടൂർ. പരമ്പരാഗത രുചിയോടെ മൃദുവായ ഇഡ്ലിയും മൊരിഞ്ഞ ദോശയും വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാം. അടുക്കളയിൽ നിറയട്ടെ ഉന്നതമായ രുചിയും ഗുണനിലവാരവും. കുടുംബത്തിൽ പുലരട്ടെ ആരോഗ്യവും സന്തോഷവും. രാജലക്ഷ്മി ഇഡ്ലി ആൻഡ് ദോശമാവ്.